2 വർഷം കൊണ്ട് ഒരു പാർട്ടി രൂപീകരിച്ച് ഇലക്ഷന് മത്സരിച്ച് ജയിച്ച് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാവുക. ഈ കഥ 2026 തമിഴ്നാട്ടിൽ നിന്നും നമ്മൾ കേട്ടതാണ്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പേ ഇതേപോലെ ശൂന്യതയിൽ നിന്നും പ്രത്യക്ഷപ്പെട്ട് തിരഞ്ഞെടുപ്പിൽ വിപ്ലവങ്ങൾ തീർത്ത ഒരാൾ അങ്ങ് സ്പെയിനിലുണ്ട്. പേര് ഫ്ലോറന്റീനോ പെരസ് റോഡ്രിഗസ്. 1995 തൻ്റെ ആദ്യ അറ്റംപ്റ്റ് പാളിപ്പോയെങ്കിലും 5 വർഷങ്ങൾക്കിപ്പുറം തിരിച്ചു വന്ന് പെരസ് ഒരു അട്ടിമറി ജയം നേടി. അതിന് പിന്നിലെ പ്ലാനിങ്ങിൻ്റെയും പിന്നാലെ നടന്ന ഫിഗോയുടെ ട്രാൻസ്ഫറിൻ്റെയും എല്ലാം കഥ ഒരുപാട് വീഡിയോകളിൽ നമ്മൾ തന്നെ പറഞ്ഞതാണ്. അതിനുശേഷം പെരസ് ഒരിക്കൽ രാജിവെച്ച് പോയതും പിന്നീട് ആർക്കും തൊടാനാവാത്ത ശക്തിയായി തിരിച്ചു വന്നതും എല്ലാം ചരിത്രം. 2009, 13, 17, 21, 25 എന്നിങ്ങനെ തൻ്റെ രണ്ടാം വരവിലെ 5 ഇലക്ഷനിലും ഒരു എതിർ സ്ഥാനാർത്ഥി പോലും ഇല്ലാതെ അജയ്യനായി തിരഞ്ഞെടുക്കപ്പെട്ട പെരസിനെതിരെ പക്ഷേ കഴിഞ്ഞ കുറേ കാലമായി വ്യാപക വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ട്രാൻസ്ഫർ കമ്പോളങ്ങളിലെ കൂർമ്മ ബുദ്ധിക്കാരനായിരുന്ന പെരസ് ഇപ്പോൾ ഒരു ആമയെപ്പോലെ സ്വയം ഉൾവലിഞ്ഞിരിക്കുകയാണെന്നാണ് അതിലൊന്ന്. കഴിഞ്ഞ 2 വർഷക്കാലമായി ഒഴിഞ്ഞുകിടക്കുന്ന ബെർണബിയിലെ ട്രോഫി ക്യാബിനറ്റിൻ്റെ കാരണക്കാരനും പെരസാണെന്ന് വിമർശനങ്ങളുണ്ട്. പെരസിൻ്റെ ആരോഗ്യസ്ഥിതിയെ പറ്റിയും ചില അഭ്യൂഹങ്ങൾ എയറിലുണ്ടായിരുന്നു. ഇതിനെല്ലാം അറുതി വരുത്താൻ ഉറച്ചാണ് പെരസ് ഇന്നലെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചത്. ഇന്നലെ മെയ് 12 ആയിരുന്നു. വേൾഡ് ബബാസിലെ റയൽ മാഡ്രിഡിൻ്റെ പരിശീലന കോംപ്ലക്സായ സിയൂഡാഡ് റയൽ മാഡ്രിഡിൻ്റെ തലക്കല്ലിട്ടതിൻ്റെ 22ാം വാർഷിക ദിനം. ഫ്ലോറന്റീനോ പെരസ് പ്രസിഡന്റ് കസേരയിൽ ഇരുപ്പുറപ്പിച്ചതിന് പിന്നാലെ നടത്തിയ ആദ്യ നവോത്ഥാനം. അതേ ദിനത്തിൽ തന്നെ തൻ്റെ അടിവേരി ഇളക്കുന്ന വിമർശനങ്ങളെയും അഭ്യൂഹങ്ങളെയും എല്ലാം അയാൾ കാറ്റിൽ പറത്തി. അതിലപ്പുറം ബദ്ധവൈരികളായ ബാർസലോണയ്ക്ക് മേൽ ഒരു തുറന്ന യുദ്ധവും പ്രഖ്യാപിച്ചിരിക്കുന്നു. എനിക്കെതിരെ വിവിധ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ക്യാൻസർ ആണെന്ന് വരെ ചിലർ പറയുന്നു. അതെല്ലാം വ്യാജമാണ്. ഞാൻ ഈ ക്ലബിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്നുണ്ട്. ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നതിലും അപ്പുറം പെരസ് പറഞ്ഞു തുടങ്ങി. ചില സംഘങ്ങൾ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് എന്നെ താറടിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. അവർക്ക് സാമ്പത്തിക നഷ്ടം വരുന്നതിലപ്പുറം ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല. റയൽ ബോർഡിലെ അംഗങ്ങൾക്ക് എന്നിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അത് കാത്തു സൂക്ഷിക്കാൻ ഞാൻ പരമാവധി പ്രവർത്തിക്കും, പെരസ് കൂട്ടിച്ചേർത്തു. തൻ്റെ രാജിക്കായി മുറവിളി കൂട്ടുന്നവർക്കും പെരസിൻ്റെ പക്കൽ കൃത്യമായ മറുപടി ഉണ്ടായിരുന്നു. ചുമ്മാതങ്ങ് രാജിവെച്ചൊഴിയാൻ തനിക്ക് പ്ലാനില്ലെന്നും തന്നോട് ഇലക്ഷന് മത്സരിച്ച് ജയിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് തയ്യാറാണെന്നും പെരസ് പറഞ്ഞു. പെരസിൻ്റെ ഈ വെല്ലുവിളി ഏറ്റെടുക്കുക എന്നത് ആർക്കും അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം റയൽ മാഡ്രിഡ് പ്രസിഡന്റ് ഇലക്ഷനിൽ മത്സരിക്കണമെങ്കിൽ വെറുതെ ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചാൽ പോരാ, അതിന് മറ്റു ചിലത് കൂടി ചെയ്യാനുണ്ട്. 20 വർഷത്തിൽ കൂടുതൽ റയൽ മാഡ്രിഡ് മെമ്പറായ ഒരാൾക്ക് മാത്രമേ പ്രസിഡന്റ് ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയാവാൻ സാധിക്കുകയുള്ളൂ. അതിനു പുറമെ ക്ലബിൻ്റെ വാർഷിക ബജറ്റിൻ്റെ 15% തുക ബാങ്ക് ഗ്യാരണ്ടി ഇനത്തിൽ കെട്ടിവെക്കുകയും വേണം. നിലവിലെ മാർക്കറ്റ് വാല്യൂ പ്രകാരം ക്ലബിൻ്റെ വാർഷിക ബജറ്റ് ഏതാണ്ട് 1 ബില്യൺ യൂറോയാണ്. ഇന്ത്യൻ രൂപയിൽ ഏതാണ്ട് 9,800 കോടിയോളം വരും. ഇതിൻ്റെ 15% അഥവാ 150 മില്യൺ, ഏകദേശം 1,450 കോടി ഇന്ത്യൻ രൂപ സ്ഥാനാർത്ഥികൾ ബാങ്ക് ഗ്യാരണ്ടിയായി നൽകണം. 2009 തൻ്റെ രണ്ടാം വരവിന് ശേഷം റയലിൻ്റെ ഭരണഘടനയിൽ പെരസ് ഉൾപ്പെടെയുള്ള ബോർഡ് നടത്തിയ ചില സുപ്രധാന മാറ്റങ്ങളാണ് ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത്. 2012 മുതലാണ് പ്രസിഡന്റ് ഇലക്ഷനിൽ ഈ പുതിയ മാനദണ്ഡങ്ങൾ വരുന്നത്. ക്ലബിൽ 20 വർഷത്തെ മെമ്പർഷിപ്പ് ഉള്ളവർ ചുരുക്കമാണെന്ന അറിവും ഉള്ളവർ തന്നെ തൻ്റെ ആളുകളാണെന്ന വിശ്വാസവും തന്നെയാണ് പെരസിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് വെല്ലുവിളിക്ക് പിന്നിലെ കോൺഫിഡൻസ്. തനിക്ക് ബോർഡ് മെമ്പർമാരെയും അവർക്ക് തിരിച്ചും പൂർണ്ണമായ വിശ്വാസമുണ്ടെന്ന് പ്രഖ്യാപിച്ച പെരസ് തൻ്റെ കോൺഫിഡൻസിൻ്റെ വ്യാപ്തി മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നു കാണിക്കുകയാണ്. തൻ്റെ 2 ടേമുകളിലുമായി ഏതാണ്ട് 1/4 നൂറ്റാണ്ടോടെടുക്കുന്നു പെരസിൻ്റെ പ്രസിഡന്റ് വാഴ്ച. അതിലാകെ കിട്ടിയത് 7 ലാലിഗ കിരീടമാണ്. എന്നാൽ തൻ്റെ ടീം 14 എണ്ണമെങ്കിലും വിജയിക്കേണ്ടതായിരുന്നുവെന്നും മറ്റുള്ളവ റഫറിമാർ നിഷേധിച്ചതാണെന്നും പെരസ് പറഞ്ഞു. ഈ സീസണിൽ തന്നെ ടീം അർഹിക്കുന്ന 18 പോയിന്റുകൾ നഷ്ടപ്പെട്ടതും ഇതേ കാരണം കൊണ്ടാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതിൻ്റെ തെളിവുകൾ തങ്ങൾ റയൽ മാഡ്രിഡ് TV വഴി പുറത്തുവിട്ടിരുന്നുവെന്നും പെരസ് പറഞ്ഞു. റഫറിമാർക്കെതിരെ റയൽ മാഡ്രിഡ് തങ്ങളുടെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലായ റയൽ മാഡ്രിഡ് TV വഴി പുറത്തുവിട്ട വീഡിയോ കുറച്ചുകാലം മുമ്പ് വലിയ ചർച്ചയായിരുന്നു. 2025 കോപ്പ ഡെൽ റേ ഫൈനലിന് മുമ്പ് മത്സരത്തിലെ റഫറിയായിരുന്ന റിക്കാർഡോ ഡി ബുഗോസിനെതിരെ അദ്ദേഹത്തിൻ്റെ ചില പിഴവുകൾ ചൂണ്ടിക്കാട്ടി റയൽ ഒരു വീഡിയോ പുറത്തുവിട്ടതും ഇതിനെതിരെ പിന്നീട് അവർ ഒരു അഭിമുഖം നൽകിയതുമെല്ലാം അന്ന് വലിയ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഇരു കൂട്ടരെയും അനുകൂലിച്ചും വിമർശിച്ചും അന്ന് സോഷ്യൽ മീഡിയയിൽ നിരവധി ഫാൻ ഫൈറ്റുകൾ വരെ നടന്നതും എല്ലാവർക്കും ഓർമ്മ കാണും. റഫറിമാർക്കെതിരെ പെരസ് വാളെടുത്തത് പക്ഷേ മറ്റൊരാളെ വെട്ടാനായിരുന്നു, ബദ്ധവൈരികളായ ബാർസലോണയെ. ക്ലബിനെതിരെ ആരോപിക്കപ്പെട്ട നെഗ്രേര കേസിനെ കുറിച്ച് ഓർമ്മിപ്പിച്ച പെരസ് അത് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അഴിമതിയാണെന്നും വിളിച്ചു പറഞ്ഞു. അന്നത്തേതിന് സമാനമായി റഫറിമാർ ഇപ്പോഴും ബാർസക്ക് അനുകൂലമായി ചില സമയങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നും പെരസ് കുറ്റപ്പെടുത്തി. പെരസിൻ്റെ പ്രഖ്യാപനങ്ങൾക്കെതിരെ ബാർസ ഒരു പ്രസ്താവന പുറത്തുവിട്ടിട്ടുണ്ട്. ക്ലബിൻ്റെ അഭിഭാഷക സംഘം പെരസിൻ്റെ പ്രഖ്യാപനങ്ങളെ സൂക്ഷ്മമായി പഠിച്ചു വരുന്നുണ്ടെന്നും ആവശ്യമായ നടപടികളിലേക്ക് കടക്കുമെന്നും അവർ അറിയിച്ചു. ഫുട്ബോളിലെ 37 കിരീടങ്ങളടക്കം 76 ട്രോഫികൾ ഈ ക്ലബ്ബ് നേടിയത് എനിക്ക് കീഴിലാണ്. അത് നിങ്ങൾ ആരും മറക്കരുത്. ട്രാൻസ്ഫർ മാർക്കറ്റിലെ ഏറ്റവും മൂല്യമുള്ള ക്ലബ്ബായി ഈ ടീമിനെ മാറ്റിയതും ഞാനാണ്. ഇതെല്ലാം മറന്ന് എനിക്കെതിരെ വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നവരെ നിങ്ങൾ ഏറ്റുപിടിക്കരുത്.
പെരസ് റയൽ ആരാധകരോട് എന്ന പോലെ പറഞ്ഞു. ക്ലബിനുള്ളിലെ നിലവിലെ പ്രശ്നങ്ങളൊക്കെ ഉടൻ ഒതുങ്ങുമെന്നും നിലവിലെ ടീം വാർത്തകൾ പുറത്തെത്തിക്കുന്ന ചാരൻ ആരാണെന്ന് കണ്ടെത്തിയെന്നും പെരസ് അറിയിച്ചു. അയാൾക്കെതിരെ ശക്തമായ നടപടികൾ ക്ലബ്ബ് സ്വീകരിക്കുമെന്നും പെരസ് കൂട്ടിച്ചേർത്തു. ക്ലബിനൊപ്പമുള്ള തന്റെ 26 വർഷത്തിൽ വൽവർഡെ ഷൗമനി സംഘർഷം പോലുള്ള പല ഏറ്റുമുട്ടലുകളും താൻ നേരിൽ കണ്ടിട്ടുണ്ടെന്നും അവയെല്ലാം സൗഹൃദപരമായ അന്തരീക്ഷത്തിൽ പര്യവസാനിച്ചിട്ടുണ്ടെന്നും പെരസ് പറഞ്ഞു. എന്നാൽ ഇത്തവണ വാർത്ത പുറത്തെത്തിയെന്നും അത് മാധ്യമങ്ങൾ ഏറ്റെടുത്ത് പെരുപ്പിച്ചെന്നും അദ്ദേഹം പറയുന്നു. അതിന്റെ കാരണക്കാരന് പരമാവധി ശിക്ഷ താൻ നൽകുമെന്നും പെരസ് ആരാധകർക്ക് ഉറപ്പ് നൽകി. പുതിയ പരിശീലകൻ ആര്? ടീമിന്റെ ഈ സീസണിലെ പ്രകടനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? അടുത്ത സീസണിലേക്കുള്ള ട്രാൻസ്ഫർ പോളിസി എന്താണ് എന്നു തുടങ്ങി അടിയന്തര ചർച്ചകളും തീരുമാനങ്ങളും ആവശ്യമായ വിഷയങ്ങളിൽ ഒന്നിനെപ്പറ്റിയും പെരസ് തന്റെ പത്രസമ്മേളനത്തിൽ സംസാരിച്ചതേയില്ല. മേൽപ്പറഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പ്രതീക്ഷിച്ച് കാത്തിരുന്ന ആരാധകർക്ക് മുന്നിൽ പെരസ് തുറന്നു വെച്ചത് തന്റെ പരാതി പരിഭവങ്ങളുടെയും നേട്ടങ്ങളുടെയും കണക്ക് പുസ്തകമാണ്. UEFAക്കെതിരെ യൂറോപ്യൻ സൂപ്പർ ലീഗ് കേസിൽ ജയിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പൊങ്ങച്ച കാണിച്ച പെരസ് ഇതിനെല്ലാം ഇടയിൽ അണിയറയിൽ രഹസ്യ നീക്കങ്ങൾ നടത്തുന്നുണ്ടോ? ഫിഗോയെ പോലെ, ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെ, എംബാപ്പയെ പോലെ തന്റെ ഉയർത്തെഴുന്നേൽപ്പ് സൂചകമായി ഒരു സർപ്രൈസ് നീക്കം ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ ഉണ്ടാകുമോ? സിദാനും അൻസെലോട്ടിയും എല്ലാം വന്ന പോലെ ഹോസെ മൗറിനിയോ 2.0 റയലിൽ പ്രാവർത്തികമാകുമോ? കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം.